ഒരുപാട് ആണുങ്ങളാണ്. ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെ രണ്ട് പെൺകുട്ടികൾ നിങ്ങളിവിടെ നിൽക്കുന്നത് എന്ന് മഹാനായ പ്രവാചകൻ ചോദിച്ചു. മാ അമ്രുക്കുമാന്നല്ല, നിങ്ങളുടെ വിശേഷം എന്താണെന്നല്ല, മാ ഖതുബ്, എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് പറഞ്ഞാൽ അത് അസ്വാഭാവികമായൊരു അനുഭവമാണ്. കുറെ ആണുങ്ങളുടെ അടുത്ത് പെൺകുട്ടികൾ വെറുതെ ഇവിടെ നോക്കി നിൽക്കേ, എന്താണ് നിങ്ങൾക്ക്, എന്താ ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു എന്നാ. ഇതൊക്കെ നമ്മുടെ കോളേജ് കുമാരന്മാരോടും കോളേജ് കുമാരികളോടും പറഞ്ഞാൽ അവർ കേൾക്കുമോ? കേട്ടാലും ഇല്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്ലാമിൻ്റെ സംസ്കാരം നമ്മളീ കാണുന്ന പോലെ ഒരു നാണവും ലജ്ജയുമില്ലാതെ ആൺകുട്ടികളോട് മിങ്കിളായി നിന്ന്, ഇതൊക്കെ സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിക്കാം അവർക്ക്, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ചോയ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയാം, നിങ്ങൾ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. പ്രായപൂർത്തിയെത്തിയ ആണും പെണ്ണും അവരിടപഴകുന്നതിന് കർശനമായ നിർദ്ദേശമുണ്ട് ഇസ്ലാമിൽ. നിയന്ത്രിക്കപ്പെടേണ്ട വിഷയമാണത്. ആൺകുട്ടികളോട് അങ്ങോട്ട് തോളിൽ പിടിച്ച് വർത്താൻ പറയേണ്ടത് പെൺകുട്ടികൾ, അതാണ് അവസ്ഥ. മുമ്പൊക്കെ ആൺപിള്ളേര് പെൺപിള്ളേരെ പിന്നാലെ പോയത്, ഇപ്പം അങ്ങനെയല്ല, ഇപ്പം തിരിച്ചിങ്ങോട്ടാണ്. തോളിൽ പിടിച്ചിരിക്കുക, അവര് കഥ പറയുക, അവരൊരുമിച്ചിരിക്കുക. നൈറ്റ് ക്ലബ്ബുകൾ, നൈറ്റ് കഫേകളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ. രാത്രിയൊക്കെ 1 മണി 2 മണി 3 മണിക്കൊക്കെ ഞങ്ങൾ പലയിടത്തും യാത്ര പരിപാടി കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് വരുന്ന സമയം എവിടെയെങ്കിലും വല്ല വെള്ളമോ ചായ കുടിക്കാൻ വേണ്ടി കയറുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിൽ തട്ടട്ട കുട്ടികളുണ്ട്, അല്ലാത്തവരുണ്ട്. പാതിരാ സമയം ഒരേ പ്രായക്കാരായ ചെറുപ്പക്കാരായ കുട്ടികൾ അവരൊരുമിച്ച് അവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, അവർ ചിരിക്കുന്നു. എന്ത്, അവർ മെഹ്റമല്ല എന്ന് ഉറപ്പാണ്. പിന്നെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, കൂടെ പഠിക്കുന്ന അവരുടെ ജോലി ചെയ്യുന്ന കൊളീഗ്സ് ആയിരിക്കാം, ആരോ ആയിരിക്കാം. മുസ്ലിമീങ്ങളായ പെൺകുട്ടികളോട് പറയാൻ അങ്ങനെ ഒരു ഫ്രീ മിംഗ്ലിംഗ് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. മൂസ നബിയുടെ മുമ്പിലേക്ക് ഷുഐബ് നബി അലൈഹിസ്സലാം ഒരു മോളെ പറഞ്ഞയച്ചത് ഖുർആൻ പറയുന്നത് ഇത് പറഞ്ഞു തരാനാണ്. മൂസ നബി ചോദിച്ചു, മാ ഖത്ബുകുമാ, എന്തേ നിങ്ങൾക്ക് പറ്റിയത് കുട്ടികളെ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇന്നാ ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആ വ അബൂനാ ശൈഖുൻ കബീർ. 2 കാരണങ്ങൾ ആ കുട്ടികൾ പറഞ്ഞു. എന്തുകൊണ്ട് അവർ പുറത്തിറങ്ങേണ്ടി വന്നു? ഒന്ന്, ഇന്നാ ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആ, ഞങ്ങളുടെ ഈ ആടുകൾക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നത്, ഈ ആണുങ്ങളൊക്കെ ഇവിടുന്ന് ആടുകൾക്ക് അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്ത് അവര് പോയി കഴിഞ്ഞിട്ടേ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലൂ. ഞങ്ങൾ അവരോട് ഷോൾഡർ ടു ഷോൾഡർ റബ്ബ് ചെയ്തിട്ടും ഉരസിയിട്ടും അവിടെ ഞങ്ങൾ ഒരിക്കലും നിൽക്കാറില്ല. അത് ചോദിക്കുന്നത് മൂസ നബിയാണെന്ന് പോലും അവർക്ക് അറിയില്ല. മൂസ നബി നബിയായിട്ടില്ല, നബിയാവാൻ പോകുന്നുള്ളൂ. കാരണം വീണ്ടും ഒരു 8 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ഈജിപ്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് സഫോറ ബീവിയെയും കല്യാണം കഴിച്ച് പോകുന്ന പോക്കില പിന്നെ അള്ളാഹുവിനോട് സംസാരിച്ചതും വഹി കിട്ടുന്നതും നബിയാകുന്നതൊക്കെ. ഈ സംഭവം നടക്കുമ്പോൾ മൂസ നബി സ്വാലിഹായ ഒരു അബ്ദാണ്, അള്ളാഹുവിന്റെ സ്വാലിഹായ ഒരു മനുഷ്യനാണ്. പക്ഷെ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? അപ്പൊ അവർ 2 കാരണം. ഒന്ന്, ഞങ്ങൾ ആണുങ്ങളുമായി മിങ്കിളാവൂല, ഞങ്ങൾ അവരോട് തിക്കും തിരക്കും തോളിൽ പിടിച്ച് വർത്താനം പറയാൻ വന്നവരല്ല, അവരൊക്കെ പോയിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ ആടിനെ വെള്ളം കുടിപ്പിക്കുക നമ്മൾ ചെയ്യുള്ളൂ. 2, അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങൾക്ക് ആങ്ങളല്ല, ഞങ്ങൾക്കൊരു വാപ്പയുള്ളൂ. ആ വാപ്പ ഒരുപാട് പ്രായമായി നടക്കാൻ പറ്റാത്ത വാപ്പയാണ്. ആ വാപ്പാക്ക് ഞങ്ങൾ 2 മക്കളെ ഉള്ളൂ. ഞങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ പുറത്തു വന്നതാണ്. അതാണ് പറഞ്ഞതിന്റെ കാരണം. ഞങ്ങൾ എന്തുകൊണ്ട് വന്നു? വെറുതെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങി വന്നതല്ല, ഞങ്ങള് മഹറമില്ലാതെ ഇറങ്ങിപ്പോന്നതല്ല. ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പിതാവിന് സേവനം ചെയ്യാൻ ഞങ്ങൾ 2 മക്കളെ ഉള്ളൂ. നിർബന്ധിത സാഹചര്യത്തിൽ ഇസ്ലാം അത് അനുവദിച്ചു. നിർബന്ധിത സാഹചര്യമാണോ? നിങ്ങൾ ജോലിക്ക് പോയിക്കോ. ഹലാലായ നിങ്ങൾക്ക് ഒരു ദീനിന് തടസ്സം വരാത്ത ജോലികളുണ്ടോ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ജായിസാണ്. നിങ്ങളുടെ ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ സമ്മതവും ഉണ്ടെങ്കിൽ ചെയ്യാം. ഇല്ലേ, നിങ്ങളത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അല്ലാഹു അസൈൻ ചെയ്ത് തന്നിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റികളുണ്ട്. അത് ഒരു ഉമ്മത്തിന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു വീടിന്റെ, ഒരു നാടിന്റെ പുനഃസൃഷ്ടിയിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. നിങ്ങളെ വീട്ടിൽ തളച്ചിടുക എന്നതിനെ കുറിച്ച് നിങ്ങളോട് പലരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന സേവനം, അതിൻ്റെ അഭാവത്തിൽ കാണുന്ന മഹാനഷ്ടങ്ങളെ നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് എത്ര വലിയ ദൗത്യമാണ് നിങ്ങളുടെ തോളിൽ അള്ളാഹു വെച്ച് തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ പെൺകുട്ടികളിൽ ഒരാൾ പിതാവിനോട് ഈ കഥയൊക്കെ പറഞ്ഞു. അവർ നേരത്തെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷുഐബ് നബി ചോദിക്കുക, മക്കളെ എന്ത് പറ്റി, ഇന്ന് നേരത്തെ വന്നല്ലോ? പറഞ്ഞു, ഉപ്പ ഒരാൾ ഞങ്ങളെ സഹായിച്ചു. ആ കിണറിന്റെ അടഞ്ഞു കിടക്കുന്ന ഭാഗത്തെ പാറക്കല്ല് ഒറ്റക്കയാളെടുത്ത് മാറ്റി തന്നു, ഞങ്ങൾക്ക് അവിടെ നിന്ന് വെള്ളം തന്നു, ഞങ്ങളുടെ ആടുകളെ കുടിപ്പിച്ചു, ഞങ്ങളിപ്പോൾ നേരത്തെ എത്തി. അങ്ങനെ ഉപ്പ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഒരാളെ കൂലിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സത്യസന്ധനായ ഒരാളെ, നല്ല ആരോഗ്യമുള്ള കഴിവുള്ള ഒരാളെയാണല്ലോ നമ്മൾ ജോലിക്ക് വിളിക്കേണ്ടത്. ആരോഗ്യം മാത്രം പോരാ, ആദ്യം പറഞ്ഞെന്താണ്? അൽ അമീൻ, സത്യസന്ധനായ മനുഷ്യൻ. അയാൾ മോശപ്പെട്ട നോട്ടം നോക്കൂല,
ആ മനുഷ്യൻ നിങ്ങളെ മോശമായി നിങ്ങളോട് പെരുമാറൂല. ആ മനുഷ്യൻ അള്ളാനെ പേടിക്കുന്ന ആളാണ്, ആരോഗ്യമുണ്ട്, അപ്പോഴല്ലേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉപ്പ, ആ മനുഷ്യനെ നമുക്ക് കൂലിക്ക് വിളിച്ചാലോ? എന്നാ മോളെ, നിങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് നന്ദിയായി ആ മനുഷ്യന് ഞാൻ ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മോള് അയാളെ ഒന്ന് വിളിച്ചു കൊണ്ടുവരയണമേ. അപ്പോ ഷുഐബ് നബിയുടെ മോള്, അവർക്ക് അന്യനായ ഒരു പുരുഷനാണ് മൂസ നബി അലൈഹിസ്സലാം. ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല. മൂസ നബി ഒരു പ്രവാസിയാണ്. അവിടെ മൂസ നബിയുടെ നാട് ഈജിപ്താണ്. അവിടെ നിന്ന് കനാനിലെത്തിയിരിക്കുകയാണ്, ഇന്നത്തെ സൗദിയുടെ ജോർഡാനിന്റെ ബോർഡറിൽ. അങ്ങനെ നിൽക്കുന്ന മൂസ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഒരു പെണ്ണ് നടന്നു വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ പെൺകുട്ടികളെ പോലെ നെഞ്ചും വിരിച്ചങ്ങ് നടക്കുകയാണോ? അല്ലെങ്കിൽ കൂളായിട്ട് ഒച്ചയും ബഹളവും വെച്ച് ഉറക്കെ ചിരിച്ച് നമ്മുടെ റോഡുകളിലും ക്യാമ്പസിന്റെ മുമ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നമ്മൾ കാണുന്ന ഈ ഒരു അച്ചടക്കമില്ലായ്മയോ അല്ലെങ്കിൽ ഒരുതരം ലജ്ജയില്ലായ്മയോ കാണുമ്പോഴേ വല്ലാത്ത വേദന തോന്നാറുണ്ട്. ഇതൊക്കെ അഭിനവ സംസ്കാരമെന്നോ മോഡേണിസം എന്നോ എന്ത് വിളിച്ചാലും ഒരു പെണ്ണിന്റെ സംസ്കാരത്തോട് യോജിക്കാത്തതാണെന്ന ഇസ്ലാം അതിനെ കുറിച്ച് പറയാം. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ, ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ ഫജാഅതുഹു, മൂസ നബിയുടെ മുമ്പിലേക്ക് വന്നു, ഇഹ്ദാഹുമാ, ആ രണ്ട് പെൺമക്കളിൽ ഒരാൾ, മുതിർന്നവളായ സഫൂറ ബീവി. എങ്ങനെ വന്നു? തംശി, നടന്നുകൊണ്ട് വന്നു. അവിടെ നമ്മുടെ വിഷയം കിടക്കുന്നത് അല ഇസ്തിഹ്യാ, ലജ്ജയോടുകൂടെ നാണത്തോടുകൂടെയാ വന്നത്. ഖുർആൻ തഫ്സീർ പറയാ ഇവിടെ, മാ ജാഅത് ഇലൈഹി ജരീഅതൻ സലീത, അങ്ങോട്ട് ബോൾഡായിട്ട് ഞാൻ എല്ലാറ്റിനും പോന്നവളാണ്, അങ്ങനെയല്ല ആ പെൺകുട്ടി വന്നത്. വളരെ സൗമ്യതയോടെ, ഭവ്യതയോടെ, നാണത്തോടുകൂടിയാണ് ആ പെണ്ണ് വരുന്നത്. കാരണം അന്ന മുഖാതബത്തൽ മർഅത്തി ലിറജുലിൻ അജ്നബിയിൻ സ്വഅബത്തുൻ അലൽ അഫീഫ, വ്യഭിചാരം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണ് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ സംസാരിക്കുന്നത് ഈ നാണത്തോടുകൂടിയായിരിക്കും. കാരണം ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് ഇടപെടുന്നത് ഈ ലജ്ജയോടുകൂടെയേ അവർക്ക് ഇടപെടാൻ പറ്റൂ. ഇത് മനുഷ്യന്റെ സംസ്കാരമാണ്. ഇസ്ലാമിന്റെ മനോഹരമായ സംസ്കാരവും അച്ചടക്കവും അതാണ്. അതുകൊണ്ട് അന്യ ആളുകളുമായി ഇടപഴകേണ്ട അവസ്ഥകൾ വരുമ്പോൾ ആ പാലിക്കേണ്ട അച്ചടക്കങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കണം. മോഡേണിസവും ഫ്രീ ചിന്താഗതിയും മതമില്ലായ്മയും ഇതൊക്കെ തലക്കയറ്റി നടന്നിട്ട് അവസാനം റൂഹ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ബോധം വരിക. അതുകൊണ്ട് വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് പറയാ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ചെറുക്കന്മാരായിക്കോട്ടെ, 15 വയസ്സ് കഴിഞ്ഞോ അവരെ നിങ്ങളൊരു അഡൽട്ടായിട്ട് കാണണം. നിങ്ങളൊരു അഡൽട്ടാണ്. പ്രായപൂർത്തി കഴിഞ്ഞാൽ above your puberty, when you hit your puberty, you are an adult. അങ്ങനെ വരുമ്പോൾ ഒരു അഡൽട്ടിനോട് നിങ്ങൾക്ക് പെരുമാറാൻ ലിമിറ്റുകളുണ്ട്. അത്യാവശ്യം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ക്ലാസ് റൂമിൽ പഠിക്കേണ്ട അവസ്ഥയാണ്. ആ ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സോ നിങ്ങളുടെ പ്രൊഫസേഴ്സോ നിങ്ങൾക്ക് നൽകുന്ന ചില അസൈൻമെന്റുകളോ ടാസ്കുകളോ ഉണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരുമ്പോൾ പോലും അലസ്തിഹ്യാ, ഒരു പെൺകുട്ടി പാലിക്കേണ്ട അച്ചടക്കം അവിടെ പാലിച്ചേ പറ്റൂ. അതൊക്കെ ഒരു സ്വാതന്ത്ര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വഴി തുറന്നു തന്നിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ടൂർ പോകുന്നുണ്ടാകാം, കോളേജിൽ നിന്ന് നിങ്ങൾ ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ അച്ചടക്കം പാലിക്കണം. ഞാൻ മുസ്ലിം പെൺകുട്ടിയോടെ പറയാം, ലോകത്തെല്ലാ പെൺകുട്ടിയോടും പറയാൻ പറ്റില്ല, അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ടാകാം. പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അച്ചടക്കം പാലിക്കണം. എങ്ങനെ? മിതമായ സംസാരവും. ഒരു അന്യ പുരുഷനോട് ഞാൻ ഇടപെടുന്നത് ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഖുർആൻ പറഞ്ഞ പോലെയാണ് ജീവിക്കേണ്ടത്. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, പെണ്ണുങ്ങളെ, അലൈക്കും ബിഹാഫാത്തിത് തുരീഖ്, നിങ്ങൾ വഴിയുടെ ഓരം ചേർന്നുകൊണ്ടാണ് നടക്കേണ്ടത്. റോഡിന്റെ സൈഡിലൂടെയാണ് നടക്കേണ്ടത്. ഒരു വഴിയുടെ സൈഡിലൂടെ പുരുഷന്മാർ മധ്യത്തിലൂടെ നടക്കുന്ന വിരോധമില്ല. പക്ഷേ സ്ത്രീകൾ റോഡിന്റെ സൈഡിലൂടെ ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫെമിനിസ്റ്റുകളൊന്നും ഒച്ചപ്പാടുണ്ടാക്കാൻ നിൽക്കേണ്ടത്. ഇത് ഹബീബിന്റെ ചര്യയും ഹബീബിന്റെ സുന്നത്തും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത്. ഓക്കെ, പെൺകുട്ടികൾ നടക്കേണ്ടത് അങ്ങനെയാണ്. അലൈകുന്ന ബിഹാഫാത്തി തുരീഖ്, നിങ്ങൾ വഴിയുടെ മധ്യത്തിലൂടെ നെഞ്ചുവിരിച്ച് നടക്കരുത്. അതിനൊരു അച്ചടക്കമുണ്ട്. നിങ്ങളുടെ സൗന്ദര്യങ്ങളിൽ, നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളിൽ, വളകളും മോതിരവും മാലയും കാതിലും കഴുത്തിലും നിങ്ങളുടെ പാദസരത്തിലും നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളെക്കാളും നിങ്ങൾക്ക് സൗന്ദര്യം നൽകുന്ന ആഭരണം എന്താണെന്നറിയോ പെൺകുട്ടികളെ? അത് നിങ്ങളുടെ ലജ്ജയാണ്, നിങ്ങളുടെ നാണമാണ്.